വീട്ടിൽ ഉമ്മിച്ച് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഹംനാൻ ഉമ്മിച്ചിയുടെ അടുത്താക്കിയിട്ട് ഞാനും ഹയാസും കൂടി ഇതേ ഓഫീസിലേക്ക് വന്നേക്കാണ് കേട്ടോ. ഇവിടെ എത്തിയാൽ ഹയാസിന് ചെറിയ ചെറിയ ക്രാഫ്റ്റിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. ഒട്ടിച്ചു വെച്ച പശതെ ഒട്ടിയൊന്ന് നല്ല തുറന്ന് നോക്കുന്നുണ്ട് വൃത്തിക്ക്. അവനീ ചെയ്യുന്നതിന് ആ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടുള്ള ഒരു കള്ള ചിരിയാണ് കേട്ടോ ഈ കാണുന്നത്. ജംഷി ഇവിടെ ഒരു മിനി ബുക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഹയാസിന്. സ്റ്റാർ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കണ്ട് ജംഷിയെ പറഞ്ഞു കൊടുത്തിട്ട് അവനും ഒരു കുട്ടി സ്റ്റാർ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ നേരെ ഹയാസിനെ കൊണ്ട് പോയത് അവനിക്ക് ഒരു പാന്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. മദ്രസയിലേക്ക് യൂണിഫോം ബ്ലാക്ക് പാന്റും വൈറ്റ് ഷർട്ടാണല്ലോ. അപ്പൊ അവന്റെ പാന്റ് അത്യാവശ്യം ചെറുതായിട്ടുണ്ട്. അപ്പൊ ഇത് എന്തായാലും ഒരെണ്ണം വാങ്ങിക്കാന്ന് ഓർത്തിട്ട് വന്നതാണ്. ഒന്നല്ല രണ്ടെണ്ണം വാങ്ങിക്കാനായിരുന്നു പ്ലാൻ. അല്ലെങ്കിലും പ്ലാനിങ് ഒന്നും നടപ്പാക്കാറില്ലല്ലോ. അങ്ങനെ ഒരു പാന്റ് വാങ്ങി ഞങ്ങൾ തിരിച്ചു വന്നത് ഈ ഒരു വഴി കൂടെയാണ് കേട്ടോ. ഈ ഒരു കനാലിന്റെ സൈഡിൽ കൂടെയാണ്. ഇവിടെ വന്നപ്പോണെങ്കിൽ ഹയാസ് ഇങ്ങനെ പീഡിച്ച് വിറച്ചാണ് കേട്ടോ ഇരിക്കുന്നത്. അതിലേക്ക് വീഴരുതിട്ടോ അബ്ബാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇക്കാക പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇക്കാക സെറ്റിൽമെന്റ് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഇതിൽ കൂടെ ഒക്കെ വരാറുണ്ടായിരുന്നു, ആ വഴിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഓഫീസിലെത്തിയപ്പോൾ അവൻ ഉണ്ടാക്കിയ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ വണ്ടിയുടെ ഡിക്കിയിലേക്ക് ലോഡ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ നിന്ന് പോയപ്പോഴേ ഉമ്മിച്ചിക്ക് ഒരു ചെരുപ്പ് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നോർമൽ ഒരു സ്ലിപ്പേഴ്സ്. ഹയാസ് ആണെങ്കിൽ അവന്റെ പാകത്തിന് പറ്റിയതൊക്കെ നോക്കുന്നുണ്ട്. ഇവിടെ കുറെ ചെരുപ്പുകൾ ഇങ്ങനെ കുന്നുകൂടി ഇട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് പറ്റിയതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാം കൂടി നോക്കിയിട്ട് ഇതാ ഉള്ളതിൽ ഈ ഒരെണ്ണാണ് വലിയ കുഴപ്പമില്ലാന്ന് തോന്നിയത്. അപ്പൊ അത് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്ന വഴിക്ക് ഇക്കാക്ക് ചായ കുടിക്കണമെന്നും പറഞ്ഞിട്ട് ഒരു ബേക്കറിയിൽ കയറിയതാണ്. ഇവിടെ എത്തിയിട്ട് അവനിക്കാണെങ്കിൽ വേണ്ടതല്ലാതായിട്ട് ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ പറയുന്നതൊന്നും അവനിക്ക് പറ്റില്ല. അങ്ങനെ ഇക്കാക്ക് പിടിച്ചോണ്ടോന്ന് ഇവിടെ ഇരുത്തി ഈ ഇരുന്ന് ഒബ്സർവ് ചെയ്യുന്നത് എന്താണെന്ന് അറിയോ, നമ്മുടെ ഓപ്പോസിറ്റ് ടേബിളിൽ ഒരു ബേബി ഗേൾ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ കുട്ടിയാണെങ്കിൽ അവിടെ ഇരുന്ന് നല്ല രീതിക്ക് ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് വണ്ടറടിച്ചിരുന്നിരിപ്പാണ് കേട്ടോ. അവര് നോക്കിയപ്പോഴാണെങ്കിൽ എന്തോ അവരെ ശ്രദ്ധിക്കാത്ത മട്ടിലേക്കായിരുന്നു കേട്ടോ. പിന്നെ ഇക്കാകതെ അവനിക്ക് ചോക്കോബാർ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് അത് 2-3 എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഇതേ ഓഫീസിലേക്ക് വന്നു. ഇക്കാകാൻ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാനും ഹയാസും കൂടി ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. സമയം ഇപ്പൊ ഒരു 6:30-7 മണി ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇരുട്ടൊക്കെ വീണ് ലൈറ്റൊക്കെ വീണ് ഒടുങ്ങിയിട്ടുണ്ട് എല്ലായിടത്തും. വീട്ടിലെത്തിയപ്പോൾ അതേ കൊണ്ടുവന്ന് ചോക്കോബാർ കഴിക്കുന്ന തിരക്കിലാണ് ഹംനെ, ഹയാസും, ഉമ്മിച്ചിയൊക്കെ. അപ്പൊ ഈ ഒരു കുട്ടി വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത വീഡിയോ കാണാവേ. ടാറ്റാ.